വോട്ടുകൊള്ള ആരോപണത്തിൽ രാജ്യതലസ്ഥാനത്ത് പ്രതിഷേധ കടൽ തീർത്ത് പ്രതിപക്ഷം. പാർലമെന്റിൽ നിന്ന് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആസ്ഥാനത്തേക്കുള്ള പ്രതിഷേധ മാർച്ചിൽ 300ഓളം പ്രതിപക്ഷ എംപിമാർ പങ്കെടുത്തു. ട്രാൻസ്പോർട്ട് ഭവന് മുന്നിൽ മാർച്ച് പോലീസ് തടഞ്ഞതിനെ തുടർന്ന് സംഘർഷമുണ്ടായി. തുടർ നടപടികൾ ചർച്ച ചെയ്യാൻ കോൺഗ്രസിന്റെ പ്രത്യേക യോഗം നാളെ ചേരുകയാണ്. സമീപകാലത്തെ വലിയ പ്രതിഷേധത്തിനാണ് രാജ്യതലസ്ഥാനം സാക്ഷ്യം വഹിച്ചത്. വിയോജിപ്പുകൾ മാറ്റിവെച്ച് ഇന്ത്യ സഖ്യം ഒന്നിക്കുന്ന കാഴ്ചയ്ക്കും ഡൽഹി വേദിയായി. വോട്ടുകൊള്ള, ബീഹാർ വോട്ടർ പട്ടിക പരിഷ്കരണം ആരോപണങ്ങൾ ഉന്നയിച്ചായിരുന്നു പ്രതിപക്ഷ പ്രതിഷേധം. തട്ടിപ്പ് നടത്തി അധികാരത്തിൽ കയറി ബിജെപി ജനാധിപത്യത്തെ അപകീർത്തിപ്പെടുത്തി നാണം കെട്ട അവസ്ഥയിലെത്തിയിരിക്കുക. രാജ്യത്തെ വോട്ടർ പട്ടിക അവർക്ക് അനുകൂലമായി വോട്ടർ പട്ടിക മാറ്റാണ്. അതിന്റെ അർത്ഥം രാജ്യത്ത് അവർക്ക് ഇഷ്ടപ്പെട്ട ഒരു ഏകാധിപത്യ ഇന്ത്യയെ ഉണ്ടാക്കിയെടുക്കാനുള്ള ശ്രമമാണ്. ചീഫ് ഇലക്ഷൻ കമ്മീഷൻ എന്നുള്ളത് ചീഫ് ഇലക്ഷൻ കമ്മീഷൻ എന്ന നിലയിലേക്ക് മാറാൻ പാടില്ല. ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിലായിരുന്നു കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആസ്ഥാനത്തേക്കുള്ള പ്രതിഷേധ മാർച്ച്. എന്നാൽ മാർച്ച് പോലീസ് തടഞ്ഞതിനെ തുടർന്ന് സംഘർഷമുണ്ടായി. ഭരണഘടന സംരക്ഷിക്കാനുള്ള പോരാട്ടമെന്ന് രാഹുൽ. ये राजनीतिक नहीं है, ये कॉन्स्टिट्यूशन की लड़ाई है, कॉन्स्टिट्यूशन को बचाने की लड़ाई है, वन मैन वन वोट की लड़ाई है. റോഡിൽ കുത്തിയിരുന്ന് എംപിമാർ പ്രതിഷേധിച്ചു. രാഹുൽ ഗാന്ധി, AICC അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗെ, പ്രിയങ്ക ഗാന്ധി, അഖിലേഷ് യാദവ് ഉൾപ്പെടെയുള്ളവരെ പോലീസ് അറസ്റ്റ് ചെയ്തു നീക്കി. മുഴുവൻ എംപിമാരെയും ക്ഷണിക്കാത്തതിൽ പ്രതിഷേധിച്ച് തെരഞ്ഞെടുപ്പ് കമ്മീഷനുമായുള്ള കൂടിക്കാഴ്ച കോൺഗ്രസ് ഒഴിവാക്കി. और अभी कहती है कि 30 सांसद आ सकते हैं. हमारी मांग थी कि सारे विपक्ष के सांसद सामूहिक ढंग से उनको एक दस्तावेज पेश करें. अभी हमें यहीं रोका गया है. निर्वाचन सदन तक हमें चलने नहीं दी जा रही है. വിഷയം പാർലമെന്റിലും പ്രതിപക്ഷം ഉന്നയിച്ചു. തുടർ നടപടികൾ ചർച്ച ചെയ്യാൻ കോൺഗ്രസിന്റെ പ്രത്യേക യോഗം നാളെ ചേരും. ജനറൽ സെക്രട്ടറിമാരുടെയും സംസ്ഥാന ചുമതലയുള്ള നേതാക്കളുടെയും യോഗമാണ് ചേരുക. തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെ പാർലമെന്റിൽ ആരംഭിച്ച പ്രതിഷേധം നിരത്തുകളിലേക്ക് എത്തിയിരിക്കുന്നു. ഇനി സംസ്ഥാനങ്ങളിലേക്ക് വ്യാപിപ്പിക്കാനാണ് ഇന്ത്യ മുന്നണിയുടെ സംയുക്ത തീരുമാനം. ടീം 24 ഡൽഹി.